ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് രാവിലെ ഏകദേശം ഒരു 5:30-6 മണിയോടൊക്കെ ആവാറായിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരം വരെ പോവുകയാണ്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. ഇപ്പോൾ തീരുമാനങ്ങളൊക്കെ പെട്ടെന്നാണ് എടുക്കുന്നത്. കാരണം എവിടെയെങ്കിലും രാവിലെ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് ദേവുട്ടി താമസിച്ചേ എഴുന്നേൽക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദേവുട്ടി എഴുന്നേൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പോകാം എന്നാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെഞ്ഞാറമ്മൂട് എത്തി. രാവിലത്തെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ശ്രീയൊരു മസാല ദോശയാണ് കഴിച്ചത്. ഞാൻ നെയ് റോസ്റ്റ് കഴിച്ചു. പിന്നെ 2 കോഫിയൊക്കെ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ വെച്ച് പിടിച്ചു മീനുവിൻ്റെ വീട്ടിലേക്ക്. മീനുവിൻ്റെ അച്ഛൻ രാവിലെ കടയൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. മീനുവിൻ്റെ വീട്ടിലെത്തി. അയ്യോ, ആരും കാണുന്നില്ലല്ലോ, എവിടെ പോയി, ആരും ഇല്ല ഇവിടെ, അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി. അപ്പം ദാ നിൽക്കുന്ന മീനും ഒരുങ്ങി റെഡിയായി കൊച്ചിന് ഫുഡും കൊടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞാനിപ്പോൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ആദ്യമേ നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ വഴിക്കൊന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ലാവണ്യം കയറി. അങ്ങനെ ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിലെത്തി. അവിടെ കുറച്ച് അധിക സമയം എടുത്തു എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു പ്ലാൻ പ്രകാരം ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഇറങ്ങി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാമെന്ന് ഉള്ളതായിരുന്നു. പക്ഷേ നമ്മൾ ആറ്റുകാൽ കുറച്ചധികം സമയം എടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അതാ വലിയൊരു ക്യൂ. ഞാൻ ഇത്രയും ക്യൂ കണ്ടിട്ടില്ല കേട്ടോ. എപ്പോൾ പോയാലും തൊഴുതിട്ട് വരാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമുക്കങ്ങനെ ക്യൂ കയറി നിന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് തീരുന്നത്, ഇറങ്ങി വരാൻ പറ്റുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും പോവുകയാണെങ്കിലും ഈ കുതിരമാളിക ഇങ്ങനെ കണ്ട് എന്ന് വെച്ചാൽ ആ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയാണല്ലോ ഇത്. അപ്പോൾ എപ്പോഴും ഇവിടെ കയറണമെന്ന് വിചാരിക്കും. പക്ഷേ കയറാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ഭഗവാനെ കാണാൻ പറ്റിയില്ല. എങ്കിൽ പിന്നെ ഇതൊന്ന് കയറി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിന് ടിക്കറ്റ് ചാർജ് ആവുന്നുണ്ട്. 70 രൂപ ഈ ഒരു മാളിക കാണുന്നതിന്. പിന്നെ 30 രൂപ അവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്, കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു ആർട്ട് ഗാലറി, അതിനായിട്ട് 30 രൂപയും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ വീഡിയോസ് അകത്ത് എടുക്കുകയാണെങ്കിൽ 500 രൂപ പേ ചെയ്യണം. അല്ല പുറത്തൊക്കെയാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 50 രൂപ പേ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്താ പറയുക, വേറൊരു ലോകത്ത് എത്തിയതുപോലെ നടക്കുകയായിരുന്നു. എനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് പണ്ട് മുതലേ ഈ കൊട്ടാരം അതിൻ്റെ ആ ഒരു ആംബിയൻസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ലുലുവിലേക്ക് എത്തി. എല്ലാ തവണയും ലുലുവിൽ തന്നെയാണ് വരുന്നത്. ഇത്തവണ എന്നെ മാറ്റി പിടിക്കാനൊക്കെ ചിന്തിച്ചെങ്കിലും അവസാനം ലുലുവിൽ തന്നെ ആക്കി. ഇത്തവണ ഞങ്ങൾ വ്യത്യസ്തമായിട്ട് ഫണ്ടൂരയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത്. അപ്പം നന്നു ആണെങ്കിൽ നല്ല ഹാപ്പിയായി. അവൾ എല്ലാ റൈഡിലും കയറി. പക്ഷേ ദേവൂട്ടൻ അത്ര ഹാപ്പി അല്ലായിരുന്നു. കാരണം അവൻ എല്ലാ റൈഡും പേടിയായിരുന്നു. പക്ഷേ അവൻ്റെ അച്ഛൻ നല്ല ഹാപ്പി ആയിരുന്നു. ശ്രീക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് കേട്ടോ. അപ്പോൾ എവിടെ ഒരു ബാറ്റിങ്ങിനുള്ള അവസരം കിട്ടിയാലും ശ്രീ അത് പാഴാക്കാറില്ല. അപ്പോൾ ശ്രീയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താ വേണ്ടത്, അച്ഛൻ്റെ ബാറ്റിങ് കണ്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ദേവൂട്ടൻ തന്നെയാണ്. അച്ഛൻ ഓരോ ബോൾ അടിക്കുമ്പോഴും ദേവൂട്ടൻ്റെ വക ചിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ഹാപ്പിനെസ് കണ്ടപ്പോൾ എനിക്കും നല്ല സന്തോഷം തോന്നി. അങ്ങനെ കുറേ നേരം ശ്രീയുടെ കളിയൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. പിന്നെ ദേവൂട്ടനും ഞാനും അപ്പുറത്ത് പിന്നെ വേറെ പരിപാടികളൊക്കെ ആയിരുന്നു. അവരവരുടേതായ ലോകത്ത് എന്തൊക്കെയോ കാര്യം പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. ദേവൂട്ടൻ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നന്നിപ്പോൾ കുറച്ച് ജാടയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കിന് പിന്നെ ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി. എങ്കിൽ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടോ നോക്കാമെന്ന് കരുതി അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി പാലക് പക്കോട, പിന്നെ ഒരു റോള്, പിന്നെ അതുപോലെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് മുകളിൽ കൊണ്ടിരുന്ന് കഴിച്ചു. അപ്പോൾ ലാവണ്യക്ക് നേരത്തെ ചെല്ലണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ധൃതിയായിരുന്നു പിന്നീട്. പിന്നെ അവിടെ ഈ പേഴ്സിമൻ ഫ്രൂട്ടിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒത്തിരി കണ്ടു. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മിനുവിനെ വീട്ടിലാക്കി ലാവണ്യനെ പിന്നെ നേരിട്ട് ആറ്റിങ്ങലും ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.